ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും അംഗൻവാടിയിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ കൊല്ലം ഡയറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ആദ്യം മാർക്കറ്റിംഗ് ഓർഗനൈസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ള MBAയും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ FMCGയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 26,000 രൂപയാണ് ശമ്പളം ലഭിക്കുക. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 റെഫ്രിജറേഷൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SLC ഉണ്ടായിരിക്കണം. കൂടാതെ NCVT സർട്ടിഫിക്കറ്റ് ഇൻ ITIയും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ റെലവൻറ്റ് ഫീൽഡിലുള്ള 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും റെലവൻറ്റ് ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഒഴിവാണ് വന്നിട്ടുള്ളത്. 24,000 രൂപയാണ് ശമ്പളം ലഭിക്കുക. പ്രായപരിധി വരുന്നത് 18-നും 40-നും മധ്യയാണ്. 1/1/2026 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/STക്ക് 5 വർഷത്തെയും OBC എക്സ് സർവീസ്മാൻ വിഭാഗക്കാർക്ക് 3 വർഷത്തെയും വയസ്സിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് 3/6/2026 രാവിലെ 10 മണിക്ക് കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ്. മാർക്കറ്റിംഗ് ഓർഗനൈസർ തസ്തികയിൽ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ്റെ ഏതെങ്കിലും യൂണിറ്റിൽ മുൻപ് ജോലി ചെയ്തിട്ടുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതില്ല. ടെക്നീഷ്യൻ ഗ്രേഡ് 2 റെഫ്രിജറേഷൻ തസ്തികയിൽ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ്റെ ഏതെങ്കിലും യൂണിറ്റിൽ 2 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതില്ല. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് അംഗൻവാടിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കൊച്ചി, ഏലൂർ, കൃഷ്ണപുരം എന്നിവിടങ്ങളിലായി അംഗൻവാടിയിലേക്ക് വർക്കർ, ഹെൽപ്പർ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കൊച്ചി അർബൻ ടു ICDS പ്രോജക്റ്റ് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൊച്ചി അർബൻ ടു ICDS പ്രോജക്റ്റ് ഓഫീസ് പരിധിയിൽ വരുന്ന അംഗൻവാടി കൃഷികളിലെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഡിവിഷൻ 19 സെക്ടർ 2 പെൻഷൻ ഭവനിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കൃഷി 43-ൽ ഹെൽപ്പർ തസ്തികയിലും ഡിവിഷൻ 65 സെക്ടർ 3 മണപ്പാട്ടിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കൃഷി നമ്പർ 95-ൽ വർക്കർ തസ്തികയിലുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബന്ധപ്പെട്ട ഡിവിഷനുകളിൽ സ്ഥിര താമസക്കാരായ സേവന താൽപര്യരും മതിയായ ശാരീരിക ക്ഷമതയുമുള്ള വനിതകൾക്കാണ് അവസരം വന്നിട്ടുള്ളത്. പ്രായപരിധി 18-നും 35-നും മധ്യയാണ്. വർക്കർ തസ്തികയ്ക്ക് +2 പാസ്സായിരിക്കണം. ഹെൽപ്പർ തസ്തികയ്ക്ക് SSLC പാസ്സായിരിക്കണം. അംഗൻവാടികൾ സ്ഥിതി ചെയ്യുന്ന അതേ ഡിവിഷനിലുള്ള യോഗ്യരായവർക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും. അങ്ങനെയുള്ളവരില്ലെങ്കിൽ തൊട്ടടുത്ത ഡിവിഷനുകളിലുള്ളവരെ പരിഗണിക്കുന്നതാണ്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ തേവര ഫെറിയിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അർബൻ ടു ICDS പ്രോജക്റ്റ് ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കും. അവസാന തീയതി ജൂൺ 6 വൈകിട്ട് 5 മണി വരെയാണ്. അടുത്തത് ആലങ്ങാട് ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ 92 നമ്പർ അംഗൻവാടിയിൽ ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർമാരുടെ നിയമനം വന്നിട്ടുണ്ട്. ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ 28-ാം വാർഡ് സ്ഥിര താമസക്കാരായ വനിതകൾക്ക് മാത്രമാണ് അവസരം വന്നിട്ടുള്ളത്. 2026 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായവരും 35 വയസ്സ് കവിയാത്തവരും ശാരീരിക ശേഷിയും ഉള്ളവരായിരിക്കണം അപേക്ഷകർ. വർക്കർ തസ്തികയ്ക്ക് 12-ാം ക്ലാസ് പാസും ഹെൽപ്പർ തസ്തികയ്ക്ക് 10-ാം ക്ലാസ് പാസുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപേക്ഷകൾ ജൂൺ 6 വൈകിട്ട് 5 മണിക്ക് മുമ്പായി മൂപ്പത്തടം മില്ലുപടിയിൽ പ്രവർത്തിക്കുന്ന ആലങ്ങാട് ICDS പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷാ മാതൃക ആലങ്ങാട് ICDS ഓഫീസ്, ഏലൂർ മുനിസിപ്പൽ ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.